Welcome to the YouTube channel of Malamura ITI. This class is conducted by Anil Kumar KG, Junior Instructor Electrical. Passive and active components. The components used in electronic circuits are broadly classified into two. They are passive and active components. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്സ് രണ്ടായി തരംതിരിക്കാം: ആക്റ്റീവ് കോമ്പണൻസും പാസീവ് കോമ്പണൻസും. എന്താണ് പാസീവ് കോമ്പണൻസ്? നമുക്ക് പരിശോധിക്കാം. പാസീവ് കോമ്പണൻസ് ലൈക്ക് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ് യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആർ കാൾഡ് പാസീവ് കോമ്പണൻസ്. അതായത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, പിന്നെ ഇൻഡക്ടർ, ഈ മൂന്ന് കോമ്പൗണ്ട്സ് ആണ് പാസീവ് കോമ്പൗണ്ട്സ് ആയി കണക്കാക്കുന്നത്. These components by themselves are not capable of amplifying or processing an electrical signals. ഈ മൂന്ന് കോമ്പൗണ്ട്സിന് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ സാധിക്കില്ല. However, these components are equally important in electronic circuits as that of active components. എന്നാൽ ഈ മൂന്ന് കോമ്പൗണ്ട്സും ആക്റ്റീവ് കോമ്പണൻസിനെ പോലെ തന്നെ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ തുല്യ പ്രാധാന്യമുണ്ട്. വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പാസീവ് കോമ്പണൻസ്, ആക്റ്റീവ് കോമ്പണൻസ് cannot be made to amplify electrical signals. പാസീവ് കോമ്പണൻസ് ഇല്ലാതെ ആക്റ്റീവ് കോമ്പണൻസിന് ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. സർക്യൂട്ട് ഫോംഡ് വിത്ത് പാസീവ് കോമ്പണൻസ് ഒബൈ ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ലോസ് സച്ച് ആസ് ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, എക്സെട്ര. പാസീവ് കോമ്പണൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സർക്യൂട്ടിൽ ഇലക്ട്രിക്കൽ ലോസായ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ തുടങ്ങിയ ലോകളെ ഒബേ ചെയ്യും. Resistor. The components whose purpose to introduce resistance in the circuit is called as resistor. അതായത് റെസിസ്റ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സർക്യൂട്ടിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നതാണ്. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. കപ്പാസിറ്റർ. The components whose purpose is to introduce capacitance in the circuit is called as capacitor. അതായത് കപ്പാസിറ്ററിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സർക്യൂട്ടിൽ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാക്കുക എന്നതാണ്. ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്സ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡിലാണ്. കൊമേഴ്ഷ്യലി കപ്പാസിറ്റർ ആർ അവൈലബിൾ ഇൻ മൈക്രോ ഫാരഡ്സ്, നാനോ ഫാരഡ്സ് ആൻഡ് പീക്കോ ഫാരഡ്സ്. മൈക്രോ ഫാരഡ്സ്, നാനോ ഫാരഡ്, പിന്നെ പിക്കോ ഫാരഡ് റേഞ്ചുകളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കപ്പാസിറ്ററുകൾ ലഭ്യമാണ്. മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻⁻⁶, നാനോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻⁻⁹, പിക്കോ ഫാരഡ് എന്ന് പറയുന്നത് 10⁻⁻12. അടുത്തത് ഇൻഡക്ടർ. The ability of the conductor to induce voltage in itself when the current changes in is called as self-inductance or simply inductance. ഒരു കണ്ടക്ടറിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഉണ്ടാകുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ ഇൻഡക്റ്റൻസ്. എ കോയിൽ ഇൻട്രൊഡ്യൂസർ ഇൻ എ സർക്യൂട്ട് ടു ഹാവ് ഇൻഡക്റ്റൻസ് ഇസ് കാൾഡ് ആസ് ഇൻഡക്ടർ. ഒരു ഇൻഡക്റ്റൻസ് ഉള്ള ഒരു കോയിൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ ഇൻഡക്ടർ എന്ന് പറയുന്നു. യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി. അതായത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൻറിയാണ്. കൊമേഴ്ഷ്യലി എ കോയിൽ മേ ഹാവ് ഇൻഡക്റ്റൻസ് ഇൻ മില്ലി ഹെൻറി ഓർ മൈക്രോ ഹെൻറി.
വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന ഇൻഡക്റ്റീവ് കോയിൽസിന് മില്ലി ഹെൻറി ഓർ മൈക്രോ ഹെൻറിയിൽ നമുക്ക് ലഭ്യമാണ്. അടുത്തത് ആക്റ്റീവ് കോമ്പണൻറ്റ്സ്. In an electronic circuit, the components other than passive components are known as active components. ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പാസീവ് കോമ്പണൻറ്റ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോമ്പണൻറ്റ്സിനെയും നമ്മൾ ആക്റ്റീവ് കോമ്പണൻറ്റ്സ് എന്ന് പറയുന്നു. ആക്റ്റീവ് കോമ്പണൻറ്റ്സ് ഡു നോട്ട് ഒബൈ ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ എക്സെട്ര. ഈ ആക്റ്റീവ് കോമ്പണൻറ്റ്സ് ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ മുതലായ ഇലക്ട്രിക്കൽ ലോസിനെ ഒബൈ ചെയ്യില്ല. Active components are namely diode, transistor, SCR, Diac, Triac, bridge rectifier, UJT, FET, etc. അതായത് ആക്റ്റീവ് കോമ്പണൻറ്റ്സ് നമുക്ക് അറിയാവുന്ന ഡയോഡ്, ട്രാൻസിസ്റ്റർ, SCR, Diac, Triac, bridge rectifier, UJT, FET മുതലായവയാണ്. ആദ്യത്തെ ആക്റ്റീവ് കോമ്പണൻറ്റ്സ് ആണ് ഡയോഡ്. എന്താണ് ഡയോഡ് എന്ന് നോക്കാം. എ ഡയോഡ് ഇസ് എ two-terminal electronic component that conducts current in one direction. It has low resistance in one direction and high resistance in other direction. ഡയോഡ് ഒരു 2 ടെർമിനൽ ഉള്ള ഇലക്ട്രോണിക് കോമ്പണൻ്റ് ആണ്. അത് കറണ്ടിനെ ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുകയുള്ളൂ. Different types of diodes are Zener diode, photoconducting diode, light emitting diode. അതായത് ഡയോഡ് പല വിധത്തിലുണ്ട്. അതിലൊന്നാണ് സെനർ ഡയോഡ്, പിന്നെ ഫോട്ടോ കണ്ടക്റ്റീവ് ഡയോഡ്, മൂന്നാമത്തേത് LED അഥവാ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്തത് ട്രാൻസിസ്റ്റർ. Transistor is a 3-terminal active device which transforms current flow from low resistance path to high resistance path. ട്രാൻസിസ്റ്റർ ഒരു 3 ടെർമിനൽ ഉള്ള ആക്റ്റീവ് കോമ്പണൻ്റ് ആണ്. അത് കറണ്ടിനെ ലോ റെസിസ്റ്റൻസ് പാത്തിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസ് പാത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി ഐദർ NPN ഓർ PNP. ട്രാൻസിസ്റ്റർ 2 തരത്തിലുണ്ട്, NPN-ഉം PNP-യും. അടുത്ത ആക്റ്റീവ് കോമ്പണൻ്റ് ആണ് SCR. SCR, Silicon Control Rectifier, also called thyristors, or used as switching device. സിലിക്കൺ കൺട്രോൾ റെക്ടിഫയറിനെ തൈറിസ്റ്റർ എന്ന പേരിലും നമ്മൾ പറയും. ഇതൊരു സ്വിച്ചിങ് ഡിവൈസ് ആയിട്ടാണ് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്. അടുത്ത് ഡയാക്. Diac is a 2-terminal device like a diode. അതായത് ഡയാക് ഒരു 2 ടെർമിനലുള്ള ഡിവൈസാണ്. ഇറ്റ് ഈസ് എ ബൈഡയറക്ഷണൽ സ്വിച്ചിങ് ഡിവൈസ്. ഇതിനെ 2 ഡയറക്ഷനിലും സ്വിച്ചിങ് ഡിവൈസായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അടുത്ത ആക്റ്റീവ് കോമ്പണൻ്റ് ട്രയാക്. A Triac is also a semiconductor device with 3 leads like 2 SCRs in parallel. The Triac can control the circuit in either direction. Triac ഒരു 3 ടെർമിനൽ ഉള്ള ഒരു സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. അതായത് 2 SCR പാരലായി കണക്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിന് 2 ഡയറക്ഷനിലും സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. Bridge rectifier or diode bridge. It is a single package of 4 semiconductor diodes connected in bridge circuit. The input is AC and the output is DC. ഇതൊരു 4 ഡയോഡുകൾ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ആകൃതിയിൽ കണക്ട് ചെയ്ത ഒരു സർക്യൂട്ടാണ്.
ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എ സിയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡി സിയുമാണ്. അടുത്താണ് UJT, Uni-junction transistor. A Uni-junction transistor is a 3-terminal semiconductor device composed of emitter, base 1 and base 2. Uni-junction transistor എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഉള്ള സെമികണ്ടക്ടർ ഡിവൈസ് ആണ്. ഒരു ടെർമിനലിനെ എമിറ്റർ എന്നും രണ്ടാമത്തേതിനെ ബേസ് 1 എന്നും മൂന്നാമത്തെ ടെർമിനലിനെ ബേസ് 2 എന്നും പറയുന്നു. അടുത്ത ആക്റ്റീവ് കോമ്പോണൻ്റ് ആണ് ഫെറ്റ് അഥവാ ഇലക്ട്രിക് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. The field effect transistor is a type of transistor which use as an electric field to control the flow of current. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് കറണ്ടിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ട്രാൻസിസ്റ്ററിനെ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അഥവാ ഫെറ്റ് എന്ന് പറയുന്നു. ഇറ്റ് ഹാസ് 3 terminals named as സോഴ്സ്, ഗേറ്റ് ആൻഡ് ഡ്രെയിൻ. ഇതിന് 3 ടെർമിനൽ ഉണ്ട്. സോഴ്സ് എന്നും പറയും, ഗേറ്റ് എന്നും പറയും, മൂന്നാമത്തിന് ഡ്രെയിൻ എന്നും പറയും. ഇതുവരെ നമ്മൾ സംസാരിച്ചിരുന്നത് പാസീവ് ആൻഡ് ആക്റ്റീവ് കോമ്പണൻസിനെ കുറിച്ചാണ്. എൻ്റെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു ക്ലാസ്സുമായി എത്തുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Stay at home and safe away from corona.